അടിപൊളിയായിരുന്നു. നല്ല പടമാണ്. ഇഷ്ടപ്പെട്ടു. നല്ല പടമാണ്. വിനീതന്റെ സൗണ്ട് വരുമ്പോ ഫീൽ സോ ഗുഡ്. ഏകദേശം ആ ഒരു ടൈപ്പ്. വിനീത് ശ്രീനിവാസന്റെ ഡയറക്ഷൻ, കരം എന്ന് പറഞ്ഞ മൂവി, ഷാൻ റഹ്മാൻ മ്യൂസിക്, പുതിയൊരു നവാഗത നടനാണ്. പുള്ളിയുടെ പേരെനിക്കറിയില്ല. നന്നായിട്ട് ഓക്കെ, പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ആക്ഷൻ മൂവിയാണ്. മനോജ് വിജയനുണ്ട്, സേതാമേനോനുണ്ട്, നമ്മുടെ ബാബുരാജുണ്ട്, ഷാജോണുണ്ട്. അവരുടെ കുറിച്ച് രണ്ടുപേരും നല്ല കോമഡീസ് ഉണ്ടായിരുന്നു. അത്യാവശ്യം ഇത് ഒരു പാൻ ഇന്ത്യൻ മൂവി, അതായത് ഇൻ്റർനാഷണൽ മൂവി പോലെയാണ് ഇത് സംഭവം ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് ഏത് ഭാഷകളിലും ഏത് രാജ്യക്കാർക്കും കാണാൻ പറ്റുന്നൊരു മൂവി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഒരു പരീക്ഷണ ചിത്രം പോലെയാണ് ചെയ്തിരിക്കുന്നത്. ഇതുവരെയും വിനീത് ശ്രീനിവാസൻ ചെയ്യാത്ത ഒരു രീതിയിലാണ് അതിൻ്റെ ഡയറക്ഷൻ കാര്യങ്ങളൊക്കെ. തിയേറ്റർ വാച്ചബിളാണ്. ആരുടെ നല്ലായിരുന്നു. എല്ലാവരും പുള്ളി പുതിയൊരാളല്ലേ, നമുക്കിപ്പോൾ ഒരുപാട് എക്സ്പെക്ടേഷനും പുള്ളിനെ ക്രിറ്റിസൈസ് ചെയ്യാനും പറ്റില്ല. അത് ചെയ്തിട്ടുണ്ട്. ഡാൻസ് ക്ലാസ് നോക്കിയെന്ന് പറഞ്ഞിട്ടാണല്ലോ എല്ലാം സംഭവിക്കുന്നത്. ചെയ്തിട്ടുണ്ട്. നല്ലൊരു എഫേർട്ടാണ് എടുത്തിരിക്കുന്നത്. നല്ലൊരു പടമാണ്. എന്തായാലും തിയേറ്റർ വാച്ചബിളായിട്ടൊരു മൂവിയാണ്. താങ്ക് യു. അടിപൊളിയായിരുന്നു. നല്ലതായിരുന്നു. നല്ല ത്രില്ലർ ഫിലിമാണ്. അടിപൊളിയായിട്ടുണ്ട്. കണ്ടു നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറയുന്നത്. വേറെ തീരെ മോഡലുള്ള ഒരു ഫിലിം തന്നെയാണ്. ഭയങ്കര ഒരു സർവൈവൽ. അടിപൊളിയാണ്. നല്ല ചിരിക്കാനും ഉണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. ഒന്ന് കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞു. അത് പറയാൻ വയ്യ. കിട്ടിയില്ല. മ്യൂസിക് എല്ലാം ഭയങ്കര രസമാണ് കേട്ടോ ഇതിനകത്ത് കേൾക്കാനായിട്ട്. ആ സ്റ്റോറി പറയുന്നതിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് മ്യൂസിക്. അടിപൊളി. ഭയങ്കര ഹാപ്പിയാണ്. കുറച്ച് നാളെ ഇങ്ങനെ ഒരു തിയേറ്ററിൽ ഇരുന്നിട്ട് എൻ്റെ മ്യൂസിക് ഇങ്ങനെ കേട്ടിട്ട് വെരി ഹാപ്പി. ഭയങ്കര സന്തോഷം. അതെ 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 ഉണ്ട്. ഏതാ ഒരു പടത്തിൽ വന്നായിരുന്നില്ലേ ലാസ്റ്റ് ഇറങ്ങിയ? അതെ അതെ അതെ. അതേപോലെ ഷാനിക്കാനെ പ്രതീക്ഷയായിരുന്നു ഈ പടത്തിൽ. ഞാൻ അവനും കൂടെ ഒരു സംഭവം ചെയ്യുന്നുണ്ട്. അതിപ്പോ പറയുന്നില്ല. വരുന്നുണ്ട്, ഒരു പരിപാടി വരുന്നുണ്ട്. ഗംഭീര. അയ്യോ താങ്ക് യു. എന്തായിരുന്നു അത്? ഗംഭീര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ഹോളിവുഡ് ലെവൽ മേക്കിംഗ് പടം. വിനീതിൻ്റെ ഇതുപോലുള്ള ഒരു ചൂടുമാറ്റത്തിലൊരു ഭാഗമാകാൻ കഴിഞ്ഞ ഒരുപാട് സന്തോഷം. ഒരുപാട് സ്ഥലങ്ങളിൽ കൈയിടിയും ചിരിയും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ശരിക്കും എൻജോയ് ചെയ്തു. എന്തോ ചോദിച്ചു മേടിച്ചല്ല, തന്നതാണ്. ചെയ്യാൻ നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ലാലേട്ടൻ ചെയ്തു വെച്ചൊരു സാധനമല്ലേ. വിനീത് തന്നൊരു ധൈര്യമാണ് ചെയ്തത്. അപ്പോൾ അതിനൊക്കെ നല്ല കൈയിടിയും ചിരിയൊക്കെ ഉണ്ടായിരുന്നു. അതിന് ഒരുപാട് സന്തോഷം. എല്ലാവരും വന്ന് സിനിമ കാണും. ഓക്കെ, എന്തോ അതെ അതാണ് എല്ലാവരും അത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ പിന്നെ ജോമോനും ഒക്കെ ഉള്ളപ്പോൾ അറിയാമല്ലോ, ജോമോൻ്റെ ഒരു ക്യാമറ വർക്കും എല്ലാം. വിനീതും അവരെ ക്രൂ ഫുൾ അതിനുവേണ്ടി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ടോട്ടലി ഒരു ഡിഫറൻറ്റ് സിനിമ വേണമെന്ന് എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് തിയേറ്ററിൽ കണ്ടപ്പോൾ അത് അതേപോലെ വന്നതിൽ ഒരുപാട് സന്തോഷം. അതെല്ലാം ഇതോടുകൂടി അങ്ങ് മാറുകയാണ്. എന്തായാലും ഗംഭീര ചേഞ്ച് ആയിരിക്കും ഈ സിനിമ. അപ്പോൾ എല്ലാവരും ഉണ്ട്. നല്ല രസമായിരുന്നു. ഈ പറയുന്നത് നമ്മുടെ ആശാനടക്കം ഞങ്ങളെല്ലാവരും ഒരു ഹോട്ടലിലായിരുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴും ഡിന്നർ കഴിക്കുമ്പോഴൊക്കെ ഒരുമിച്ചായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനോട് നമ്മുടെ മലയാളികൾക്കുള്ളൊരു സ്നേഹം അറിയാം. പക്ഷേ അദ്ദേഹം വളരെ സിമ്പിളായിട്ടുള്ളൊരു മനുഷ്യനാണ്. തമാശകളൊക്കെ പറയും. ഒരുമിച്ചായിരുന്നു. ഒരു ക്യാരവനിലൊക്കെ ഇരുന്ന് അങ്ങനെ ഷെയർ ചെയ്ത് ഒരുപാട് നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. എല്ലാവരും അവിടെയുള്ള ആർട്ടിസ്റ്റുകളൊക്കെ ആണെങ്കിലും ഒക്കെ വളരെയധികം സപ്പോർട്ടീവ് ആയിരുന്നു. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. കേട്ടോ, എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണാം. ഓക്കെ. ഇതിൽ ഒരു പാട്ട് പാടിയിട്ടുണ്ട്, തീരാതെ നീളുന്നത്. അത് തുടക്കവും ഇൻ്റർവെല്ലിനും ഫിലിമിൻ്റെ ക്ലൈമാക്സിലും ഒക്കെ അത് ഉപയോഗിച്ചതിൽ ഒത്തിരി സന്തോഷം. ഒരുപാട് സന്തോഷം. താങ്ക്സ് ടു വിനീതേട്ടൻ, ഷാനിക്ക. അതെ ഷാനിക്കാൻ്റെ മാജിക്കാണത്. ഷാനിക്കാൻ്റെ മ്യൂസിക്കിൽ ഒത്തിരി സന്തോഷം അതിൽ പാടാൻ പറ്റിയല്ലേ. അതെ ഭയങ്കര രസമാണ്. കാരണം വിനീതേട്ടൻ്റെ മറ്റൊരു ജോണർ ഷിഫ്റ്റ് വരുന്നതും ഷാനിക്കാൻ്റെ മ്യൂസിക്കിൽ അങ്ങനത്തെ ഒരു പരിപാടി വരുന്നത് ഭയങ്കര സന്തോഷമാണ്. അതുപോലെ നോബ്ലേട്ടൻ്റെ ഒരു ഫുൾ ത്രൂ ഔട്ട് ഫിലിമാണ്. അപ്പോൾ നോബ്ലേട്ടനും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണും. അടിപൊളി ഗംഭീരം
Did you like the movie? Okay. How's the experience? Excited, emotional. You know, I traveled all the way from Europe this morning to be with you guys, to be with all the crew, because it's quite an experience. We spent lots of time together, months we spent with this project, especially abroad, shooting in Georgia and all around. It was quite experience, totally different than football. But you know, when you have a crew, and especially director as Vinit, Noble, and Vishak as a producer, and all the other guys from crew, the girls and everybody, you know, it becomes easy. So I'm so happy that I could give all myself, like everything, to this project. I'm happy to see that people enjoy it. I enjoyed a lot. It was emotional to see, because even me, I did not know all the scenes. I did not see the movie before that. So actually, you know, I'm happy and excited. How's working with the Vinit Srinivasan? Excellent. When you have such a humble person, the guy who is fully committed, concentrated, you know, being directed by a person like Vinit, everything becomes easy. You know, with the explanations, with the movements, with the emotional side and everything. So then, you know, you try to deliver. So actually, it was, for me, it was quite a pleasure. How difficult was this character for you? To become a character like this? You know, Well, it's quite different than we all used to see. You know, with KBFC. You know, when they approached and when there was a talk like playing villain, I was like, okay, it's something new. Let's try. And then after the short meetings and everything became like clear that okay, we're gonna do it. So I hope that I was a good villain. Thank you very much, guys. Acting area, will you continue as an actor? Yeah, but you never know. You know, you never know. It depends on the projects. It depends on the life, on experience and circumstances. But of course, if I'm being called by this crew, of course, and in the future I'm going to respond. Of course, why not? you're also expecting. Thank you very much, guys. My pleasure.